നോറയെ വീട്ടിലെ എല്ലാവരും ചേർന്ന് വട്ടം കൂടി ആക്രമിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ നോറയുടെ ഗെയിം പൊളിച്ചെടുക്കുകയാണ് എല്ലാവരും ചെയ്തത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോറയുടെ ഗെയിമല്ല, നോറയെ വട്ടം ചേർന്ന് ആക്രമിക്കപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു നോറ. കാരണം നോറയെ ഒത്തിരി കോർണർ ചെയ്തു വീട്ടുകാർ. ഈ പറയുന്ന പോലെ ഒരു ഫാൻസ് ഓൺ ക്വസ്റ്റ്യൻ കാരണം നോറയുടെയും ജിൻഡോയുടെയും കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടി. ജിൻഡോ അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി. അതൊരു മികച്ച ഗെയിം തന്നെയാണ്. കാരണം ഇതെങ്ങനെ പുറത്ത് പോകണം, എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള ഐഡിയ ജിൻഡോയ്ക്ക് ഉണ്ട്. സൂപ്പർ തന്നെയാണ്. പക്ഷേ നോറയ്ക്ക് ഈ പറയുന്ന ജിൻഡോയുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈ പറയും പോലെ നോറയുടെ പ്രശ്നമാണ്. പക്ഷേ ഇതിന് വീട്ടുകാരും മുതലെടുത്തുകൊണ്ട് നോറ എല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്തു. സിജോയും ജാസ്മിനും റസ്മിനും സായും പവർ റൂമിലുള്ളവരും എല്ലാവരും ചെന്ന് നോറ അങ്ങ് നല്ലപോലെ കോർണർ ചെയ്യും. ഒരുമാതിരി അടച്ച് ആക്ഷേപിക്കുന്ന പോലെ പെരുമാറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്നലെ ഞാൻ വന്ന് നോറയുടെ ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞു, മെനിയാന്നൊന്ന് ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയത് നോറ കോർണർ ചെയ്യപ്പെട്ട പോലെയാണ്. അങ്ങനെ ഇത്തിരി കടന്നുപോയി. ഇതുകൊണ്ട് തന്നെ പുറത്ത് പ്രേക്ഷകർ നല്ലൊരു സപ്പോർട്ട് ഇന്നത്തെ ഡേ കൊണ്ട് മാത്രം നോറയ്ക്ക് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി നോറ പോസിറ്റീവിലോട്ട് എത്തി. കാരണം ഇന്ന് അത്രയ്ക്ക് നോറ എടുത്തിട്ട് കുടഞ്ഞ് വാരി വീട്ടുകാർ. അതിന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നോറ അത്രയ്ക്ക് ഒരുമാതിരി അങ്ങ് ആയിപ്പോയി. വീട്ടുകാർ ഒരുമാതിരി ആക്കി നോറയെ. പിന്നെ ഋഷി ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ആരൊക്കെ കയറും പവർ റൂമിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നോറയും ഋഷിയും അഭിഷേകൊക്കെ ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നീ ക്യാപ്റ്റൻ ആയതിൽ എനിക്ക് ഒരു പ്രോബ്ലം എന്നൊക്കെ നോറ പറയുന്നുണ്ടെങ്കിലും ഇവനോ നോറയുടെ വിഷപരിപാടികൾ ഏഷ്യൻ പരിപാടികളൊക്കെ ഉണ്ട്. അത് വേറൊരു ഫാക്റ്റ്. അങ്ങനെ മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ലൈവ് മുഴുവൻ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ലായിരുന്നു. എന്തോ ഞാൻ ഭയങ്കര ഓഫായിരുന്നു ഇന്നത്തെ ഡേ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ മെയ് 2-ാം തീയതിയിലെ ഡേ 53 ബിഗ് ബോസ് സീസൺ 6-ന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ ഫാൻസ് ഓൺ ക്വസ്റ്റ്യൻ നോറയുടെയും ജിൻഡോയുടെയും കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പം ഒരു കയറ് ജിൻഡോയുടെ കയ്യിലും ഒരു കയറിനൊരു തുമ്പറ്റും ജിൻഡോയുടെ കയ്യിലും മറ്റേ തുമ്പറ്റം നോറയുടെ കയ്യിലും. ജിൻഡോ ആദ്യം തന്നെ കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്കുകയാണ്. അപ്പോൾ മറ്റേ കയറേറ്റം നോറയുടെ കൈ ഇങ്ങനെ കറങ്ങണമല്ലോ. അപ്പം നോറയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തുടക്കത്തിലെ നോറ അതൊന്നും തന്നെ പറയുന്നില്ല. അപ്പോഴത്തേക്കും സിജോയും നന്ദനെ കൊണ്ട് വരെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്നു. ആരാ, എന്ത് പറ്റി, ഈ കുട്ടി ആരാ? സിജോയ്ക്ക് ഇത് ഈ കുട്ടി ആരാണ്? അവൻ നോറ പറയാണ്, മുഖം മൂടിയിട്ട വല്യുപ്പ എന്നാണ് ഇവിടെ പറയുന്നത്. വല്യുപ്പ, ഈ ജിൻഡോ വല്യുപ്പ, മുഖം മൂടിയിട്ട വല്യുപ്പ. നോറ പറയാണ്, സിഗരറ്റ് വലിക്കാൻ പോകണമെന്ന് ഇയാൾ പറഞ്ഞു, പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജിൻഡോ പുറത്ത് പോകുന്നു. നോറയും വലിച്ചെടുത്തുകൊണ്ട് വെളിയിൽ പോകണേ, കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ. പുഷപ്പ് എടുക്കുന്നു. അവിടെ ഇങ്ങനെ പുഷപ്പ് എടുക്കുകയാണ്. അപ്പോൾ നോറ അവിടെ ഉണ്ട്. നോറ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്കറിയാം ഇന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇയാൾക്ക് ഈ വെയിലത്ത് വന്നത് എന്തിനാണ് പുഷപ്പ് എടുക്കുന്നത്, എന്തിനാണ് എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പവർ റൂമിൽ എല്ലാവരും അകത്തോട്ട് പോയി ചെയ്യ്, റസ്മിൻ എന്ന് പറയുന്നു, അകത്തോട്ട് പോ. പക്ഷെ കേൾക്കുന്നില്ല. ജിൻഡോ അങ്ങനെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് നോറ പറഞ്ഞു, എന്നെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാനാണ്. അയാൾക്കറിയാം കൈ പിടിച്ചിങ്ങനെ പുഷപ്പ് ചെയ്യുമ്പം ഈ കയറ് വലിഞ്ഞിട്ട് എനിക്ക് വേദനിക്കുന്ന അയാൾക്ക് നല്ലതുപോലെ അറിയാം. ഇതിന് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതിനുശേഷം ജിൻഡോ എന്ത് ചെയ്യുന്നു? ജിൻഡോയും നോറയും കൂടി ടേബിളിൽ വന്നിരിക്കുന്നു. ജിൻഡോ ക്യാബേജ് അരിയുന്നു. അപ്പോഴത്തേക്കും സായി പറയാണ്, അയ്യോ നിങ്ങൾ വലിയ മഹാമനസ്കതയൊന്നും കാണിക്കണ്ട, ടാസ്ക് തന്നിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ബിഗ് ബോസ്. ഈ ടാസ്കിൻ്റെ സമയത്ത് നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. അതിനുശേഷം ഡാൻസ് കളിക്കുകയാണ്. ജിൻഡോ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. നോറയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കണം. അപ്പോൾ ജിൻഡോ അത് വെച്ചിട്ട് ഇങ്ങനെ പൂവേ പൂവേ പാലപ്പൂവേ, ആ പാട്ട്, പിന്നെ പൂവേ ഒരു മഴ മുത്തം, ഈ പാട്ടൊക്കെ ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. ഓരോരോ വാക്കിലും നീയാണ് സംഗീതം. അപ്പോൾ നോറയ്ക്ക് ക്രിഞ്ച് ഇതാക്കണ്ട്, നോറ അപ്പോൾ വീട്ടുകാർ മൊത്തം കണ്ടോണ്ട് ചിരിക്കുകയാണ്. പക്ഷേ ജിൻഡോ ആണ് അവിടെ സ്കോർ ചെയ്യണ ജിൻഡോ ആണ്. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും നോറ ഭയങ്കരമായിട്ട് ഒരുമാതിരി അങ്ങ് തകർന്നു പോകുന്നുണ്ട്, ഒരുമാതിരി ആയി പോകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ജിൻഡോ ഈ പറയുന്ന കണക്ക് പാട്ടൊക്കെ പാടുമ്പോൾ നോറയ്ക്ക് ഒരുപാട് തോന്നുന്നു. നോറ പറയണേ, എൻ്റെ കൈ നിങ്ങൾ പിടിച്ച് വലിക്കല്ലേ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. രണ്ടുപേരുടെ വഴക്കാവുന്നു. അപ്പോൾ ജിൻഡോ എന്ത് ചെയ്യുന്നു? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുമാതിരി എന്ന് പൊളയാണ്. നോറ എങ്ങനെയെങ്കിലും ജിൻഡോയ്ക്ക് എക്സ്പോസ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജിൻഡോ അങ്ങോട്ടും കൂടെ. അപ്പം നോറ വീണ്ടും നോറയെ വീട്ടുകാർ ഇറിറ്റേറ്റ് ചെയ്യാണ്. അയ്യോ എന്ത് രസം ജിൻഡോടെ കാണിക്കുന്നത് എല്ലാം അടിപൊളി. അയ്യോ സൂപ്പർ ആണ്. അയ്യോ ജിൻഡോ പാട്ട് പാടേട്ടാ, ജിൻഡോ ഡാൻസ് ചെയ്യാം. അപ്പം നോറയ്ക്ക് ഇത് കാണുമ്പോൾ നോറ ഇങ്ങനെ കരഞ്ഞൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നോറ മൊത്തം കരയാറായി. കാരണം വീട്ടുകാർ അമ്മാതിരി ഇറിറ്റേറ്റ് ചെയ്തു, ജിൻഡോയെ സപ്പോർട്ട് ചെയ്തു. ജിൻഡോ ഈ കാണിക്കുന്ന കോപ്രായത്തിന് മൊത്തം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തപ്പോൾ നോറയ്ക്ക് ഒരുമാതിരി. പിന്നീട് ജിൻഡോ പറയുന്നു, ജിൻഡോ പവർ ടീമിൻ്റെ അടുത്ത് നിന്ന് നിലത്തിരുന്നത് ഞാനല്ല,
ഞാൻ ഇവിടെ നിന്ന് ചോറ് വാരികയായിരുന്നു എന്നിങ്ങനെ കിച്ചണിൽ വന്ന് നിന്നിട്ട് പറയാണ്. അപ്പോൾ റസ്മിൻ പറയാണ്, എടോ അരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവിടെ നിന്ന് ക്യാബേജ് ഇരുന്ന് അരിഞ്ഞ ആൾക്കാർ, അവർ വാരിക്കോളും. അപ്പോൾ ജാസ്മിൻ, പുള്ളിയുടെ ഡ്യൂട്ടിയാണത്, പുള്ളിക്ക് ടാസ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി ചെയ്തു കൂടാതൊന്നുമില്ല. എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് മല മറിക്കാനുള്ള ജോലിയില്ല, ഒന്ന് തുടച്ചു കളയാനാണ് പറഞ്ഞത്. ക്യാബേജ് അരിഞ്ഞതിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നത് എന്തോ വലിയ പണിയാണ്, എന്തോന്ന് റസ്മിനെ ഇത്. അതിനുശേഷം രതീഷ് ആന കളിക്കുന്നു. രതീഷിൻ്റെ മുകളിൽ കയറി ജിൻഡോ ഇരിക്കുന്നു. രതീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. രതീഷിൻ്റെ മുതുകിൽ കയറി ജിൻഡോ ഇരിക്കുന്നു. നോറയുടെ കയ്യിൽ ഇപ്പോഴും കെട്ടുണ്ട്. രതീഷ് പാട്ടും പാടിക്കൊണ്ടുവാണ്, ആനച്ചന്തം ആനച്ചന്തം പാട്ടൊക്കെ പാടിക്കൊണ്ടു. അപ്പോൾ നോറയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇറിറ്റേഷൻ, അയ്യോ എനിക്കിവിടെ പ്രാണവേദന ഉമർക്കൂടെ വീണ അതാണ് നോറയുടെ മനസ്സിൽ. അപ്പോൾ ഇത് പക്ഷേ മാറിയിരുന്ന് ശ്രീരേഖ ശരണ്യ എടുത്ത് പറയുന്നത്, കണ്ട ഇത് എന്തിനാണ് ഇപ്പോൾ കാണിക്കുന്നത് നിനക്കറിയാമോ? നോറ ഇറിറ്റേറ്റ് ചെയ്യിക്കാനാണ് ഈ രതീഷ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ ജിൻഡോ, ഞാൻ വൈകുന്നേരത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം കേട്ടോ ജാസ്മിനെ. കിച്ചണിൽ അപ്പോൾ ജാസ്മിനാണ്, എന്താണ് പറയുന്നത്? ഞാനാണ് ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയത്, രാത്രി ഫുഡ് ഉണ്ടാക്കുന്നത് താൻ ഉണ്ടാക്കണം, ഞാനിവിടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ നേരം അടിയാവുകയാണ്. ഇതിൻ്റെ പേരിൽ താനിവിടെ വലിയ ഇതാളാവണ്ട, താൻ ഇവിടെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയില്ലല്ലോ, ഞാനല്ല ഫുഡ് ഉണ്ടാക്കിയത്, താൻ രാത്രി ഫുഡ് ഉണ്ടാക്കുക, രാത്രി ഞാൻ പാത്രം കഴുകിക്കോളാം. പിന്നീട് രതീഷ് ജിൻഡോയുടെ അടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ, ജിൻഡോ നീ സ്വന്തമായിട്ടുള്ള കാര്യം നിനക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യും. അപ്പോൾ ജാസ്മിനാണ്, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ ഇവിടെ ബിഗ് ബോസ് ഇരിക്കേണ്ട ആവശ്യമില്ല, സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത പലരും ഇവിടെ നിന്നും പടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രതീഷ് പറയാണ്, പടിയിറങ്ങിപ്പോയാലും തിരിച്ചിവിടെ കയറി വരാനും വേണം ഒരു ഭാഗ്യം, ആനച്ചന്തം പാട്ട് പാടാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റിനെ പോലെ അവിടെ നിന്ന് പെരുമാറണം മിസ്റ്റർ. അവർ തമ്മിലുള്ള സംസാരം. പിന്നീട് നന്ദന നേരെ വന്നിട്ട് നോറയുടെ കൈ പിടിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്. നോറയുടെ കയ്യിൽ നന്ദന പിടിക്കുന്നു, നോറയുടെ കയ്യിൽ നിന്ന് നന്ദന പിടിക്കുന്നു. നോറയുടെ കയ്യിലെ കെട്ട് നമ്മുടെ ജിൻഡോയുടെ കയ്യിലുണ്ട്. ജിൻഡോയുടെ കയ്യിൽ ആര് പിടിക്കുന്നു? രതീഷ് പിടിക്കുന്നു. അപ്പം ഞാനും കൂടി വന്നോട്ടെ, വേണ്ട എനിക്ക് പവർ റൂമിൽ കൊണ്ടുപോയാണ് കാര്യം പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നന്ദനെ വലിച്ചുകൊണ്ട് പോകണം നോറയും കൊണ്ട്. അപ്പോൾ ജിൻഡോ വരുന്നില്ലേ, അപ്പം നന്ദന ഫാസ്റ്റ് ആയിട്ടാണ് നോറയെ കൊണ്ടുവന്നത്. അപ്പോൾ നോറ പറഞ്ഞു, എൻ്റെ കൈ വേദനിക്കുന്നു, ഈ ജിൻഡോ ചേട്ടൻ വേഗം വാ ഇങ്ങോട്ട്, എൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ സായി ഒന്ന് പറയാണ്, നിങ്ങൾ എത്ര നേരമായി തുടങ്ങിയിട്ട്, ഈ ടാസ്ക് ഇങ്ങനെയാണ് ഈ ടാസ്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നോറ പറഞ്ഞു, ഞാൻ എന്തിട്ട ചെയ്യാൻ എൻ്റെ സായി ചേട്ടാ, മൊയന്താണ് ഇവിടെ കാണിക്കണേ. നോറ അവിടെ കുത്തിയിരിക്കുന്നു, എനിക്കിനി വയ്യ, എനിക്കിനി ഒന്നിനും എനിക്ക് വയ്യ, ഇയാൾ വിളിക്കുന്ന അടുത്ത് പോയി എന്നെ മനപ്പൂർവ്വം ഹേർട്ട് ചെയ്യാണ് ഇയാൾ. നോറ അവിടെ തറയിൽ കുത്തിയിരിക്കുന്നു, ഇനി എനിക്ക് വയ്യ, എന്തായാലും ഇവിടെ നിന്ന് വലിച്ചെടുത്തുകയൊന്നും ചെയ്യത്തില്ലല്ലോ, ഞാൻ വരുന്നില്ല എന്നുള്ള ലെവലിലാണ്. അപ്പോൾ പവർ ടീം പറയുകയാണ്, സായി പറയണം, പവർ ടീം പറഞ്ഞത് പണിഷ്മെൻ്റ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും എടുക്കാൻ, പാത്രം കഴുകണം. അങ്ങനെ നോറയും ജിൻഡോയും കൂടെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകും. നോറയ്ക്കാണെങ്കിൽ വിഷമം സഹിക്കാൻ വയ്യ, നോറ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാസ്ക് ബസറടിക്കുന്നു, ഇവരുടെ ടൈം കഴിയുന്നു. നോറ ഓടി ബാത്റൂമിൽ കയറി കരച്ചിൽ. റസ്മിൻ പോയി സമാധാനിപ്പിക്കുകയാണ് ബാത്റൂമിനകത്ത് കയറിയിട്ട്. അതിനുശേഷമാണ് ഇവരുടെ ടാസ്ക് 3 വരുന്നത്. ആരാണ് എന്താ പറയുക ഈ പറയുന്ന ടാസ്കിൽ ജയിക്കുന്നത് അവരാണ് നമ്മുടെ പവർ റൂം ഭരിക്കേണ്ടത്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടണൽ റൂമിന് ഇന്നലെ തന്നെ 6 പോയിന്റ് കിട്ടിയതുകൊണ്ട് ഇവർക്ക് 3 പോയിന്റ് വെച്ച് കിട്ടിക്കഴിഞ്ഞാലും ബാക്കി 3 ടീമും അവിടെ എത്തില്ല. അതുകൊണ്ട് ഈ കൊടുക്കുന്ന ടാസ്ക് 3 ക്യാപ്റ്റൻസി ടാസ്ക് ആക്കി മാറ്റിക്കൊണ്ട് അഭിഷേക്, ഋഷി, റസ്മിൻ, നോറ ഇവർ 4 പേര് മത്സരിക്കുന്ന ഒരു ടാസ്കിൽ ഒരാൾ ക്യാപ്റ്റനായിട്ട് മാറും. അങ്ങനെ ടാസ്ക് ഫിക്സ് ചെയ്തു. ആ ടാസ്ക് ബോളർ ഓരോരുത്തർക്കും ഓരോ ഓവർ ബോളുണ്ട്, 6 ബോൾസ് ഉണ്ട്. ക്രിക്കറ്റ് പോലെയാണ്, സ്റ്റമ്പ് വെച്ചിട്ടുണ്ട്, എറിഞ്ഞ് സ്റ്റമ്പ് വീഴ്ത്തുക. മാക്സിമം നമ്പർ ഓഫ് സ്റ്റമ്പ് വീഴ്ത്തുന്ന ആരാണോ അവർ ക്യാപ്റ്റൻ ആവും. വളരെ സിമ്പിളാണ് കേട്ടോ. പക്ഷേ ക്രിക്കറ്റ് അറിയാവുന്ന ഒരു 10 ബോളെങ്കിലും എറിഞ്ഞിട്ടുള്ള ആൾക്ക്, ചെറുതിലെ ക്രിക്കറ്റെങ്കിലും കളിച്ചിട്ടുള്ള ആൾക്ക് എറിഞ്ഞ് വീഴ്ത്താൻ പറ്റും. കാരണം ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ബാറ്റ് അടിക്കാനൊന്നും ഇവിടെ ബാറ്റിങ്ങിനൊന്നും ഇവിടെ ആരുമില്ല. 3 സ്റ്റമ്പും കൊടുത്തിട്ടുണ്ട്, ഇവരുടെ കയ്യിൽ ബോളും കൊടുത്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെ വേണോ എറിഞ്ഞ സ്റ്റമ്പിൽ കൊള്ളിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് വീഴണം. അങ്ങനെ നോറ ഒരെണ്ണം പോലും കൊള്ളിക്കുന്നില്ല, ഒരെണ്ണം കൊള്ളുന്ന പക്ഷെ ഒന്നും വീഴുന്നില്ല. അഭിഷേക് ശ്രീകുമാർ ഒന്നും കൊള്ളിക്കുന്നില്ല, അത് വിട്ടുകൊടുത്ത പോലെ തോന്നി. അഭിഷേക് വിട്ടുകൊടുത്ത് മനഃപൂർവ്വം ദൂരെയൊക്കെ വലിച്ചെറിയും പോലെ തോന്നി. റസ്മിൻ ഒരെണ്ണം കൊള്ളിക്കുന്നു, ഋഷി 3 എണ്ണം കൊള്ളിക്കുകയാണ്. അങ്ങനെ ഋഷി തന്നെ ക്യാപ്റ്റനായിട്ട് മാറുന്നു. അതിനുശേഷം എനിക്കൊരു പ്രോബ്ലം ഇല്ലടാ നോറ പറഞ്ഞു, എനിക്കൊരു പ്രോബ്ലം ഇല്ല, നീ ക്യാപ്റ്റനായത് എനിക്ക് സന്തോഷം, അതിന് മാറി നിന്നിട്ട് നോറ. ഋഷി കളിച്ചു വരുന്ന സമയത്തെ ഒരു മെഴുങ്ങാസിയ മുഖമുണ്ട്. പിന്നീട് പവർ റൂമിൽ കയറാനായിട്ട് ആരൊക്കെ കയറണം ആരൊക്കെ കയറേണ്ട ഇവരെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ ഒരാൾ പുറത്തു പോകും എന്നും പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഋഷിയും അഭിഷേക് ശ്രീകുമാറുമായിട്ട് നടത്തുന്നു. എന്നിട്ട് ഋഷി പറയണം, ഞാൻ നിൻ്റെ ഇത് സ്വീകരിക്കുകയാണ്, പക്ഷേ നിനക്കാണ് ഞാൻ ക്രെഡിറ്റ് തരുന്നത്. വേണ്ട എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, നീ എടുത്തോ വേണ്ട അങ്ങനെ ശരിയാവത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എത്ര ദിവസം എൻ്റെ അമ്മയെ കണ്ടില്ല, എൻ്റെ അനിയന്മാരെ കണ്ടില്ല, ഋഷി വിഷമം പറയുന്നുണ്ട്. പിന്നീട് നോറയും വന്നിട്ട് ഋഷി എടുത്ത് പറയണം, നീ സൂക്ഷിച്ച് പവർ റൂമിനകത്ത് ആളെ സെലക്ട് ചെയ്യില്ലാണെന്നുണ്ടെങ്കിൽ പലരും പുറത്തു പോകും. പിന്നീട് രാത്രി മണി ടാസ്ക് കൊടുക്കുകയാണ്, മണി തലയിൽ കെട്ടിയുള്ള മണി. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞു, നമ്മുടെ നോറയുടെയും ഈ പറയുന്ന ജിൻഡോയുടെയും കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ ടാസ്ക് കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ എനിക്ക് എക്സാക്ട്ലി ഓർമ്മ വന്ന സാധനം, നോറ കളിക്കുന്ന ഗെയിം
തമിഴ് ബിഗ് ബോസ് സീസൺ 7 അർച്ചന കളിക്കുന്ന ഗെയിമാണ്. അത് ഈ കയറ് കിട്ടിയ കേസിൽ ഇതുപോലെ നോറ എങ്ങനെയാണോ ബഹളം വെച്ചത് അതുപോലെ തന്നെ അർച്ചന ബഹളം വെക്കുകയും എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ അർച്ചനയുടെ വിഷ്ണുവിൻ്റെ കയ്യിലായിരുന്നു കെട്ടിയിരുന്നത്. എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്നെ അഴിച്ചുവിട്ട് ബിഗ് ബോസ്, ഞാനിത് കേൾക്കൂല ബിഗ് ബോസ് എന്ന് പറഞ്ഞ അവസാനം അർച്ചന വലിച്ചുരുയിട്ട് ദൂരെ കളഞ്ഞിട്ട് പോയി. അങ്ങനെ ഭയങ്കരമായിട്ടൊരു വിഷയമായിരുന്നു. അർച്ചന കരഞ്ഞ് വിളിച്ച് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഈ സെയിം ടാസ്ക്. എന്നിട്ട് രാത്രി വന്നത് മണി ടാസ്ക്കാണ്. തലയിലൊരു മണി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, മണി കുലുങ്ങാതെ മാക്സിമം ടൈം നിൽക്കുന്ന ആളാണ് വിജയ്. ഇതും തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ടാസ്ക്കാണ്. ഭയങ്കരമായി അടിയായ മറ്റൊരു ടാസ്ക് ആയിരുന്നു. കൂൾ സുരേഷിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് വരെ വിളിച്ച നീ നിന്റെ അമ്മയെ കൊണ്ട് കള്ളസത്യം ഇടയിലാടാന്നൊക്കെ പ്രദീപ് ചോദിച്ചിട്ടുള്ള ഭയങ്കര വലിയ സംഭവം നടന്നിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു മണി ടാസ്ക്. വിചിത്ര ജയിച്ച ടാസ്ക് ആയിരുന്നു അത്. ഈ സെയിം ടാസ്ക് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ മണി കിലുങ്ങുന്നതിനനുസരിച്ച് ഔട്ടാവും. അങ്ങനെ ഔട്ടായി അവസാനം നോറ ജയിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ബിഗ് ബോസ് ഇരിക്കാൻ പാടില്ല, ഒറ്റക്കാലിൽ നിൽക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റൂൾ മാറ്റുവാണ്. ഇതാണ് മെയിൻ എപ്പിസോഡിൽ നടക്കുന്ന സംഭവം. വലിയ കാര്യമില്ല. ഞാൻ ഒന്ന് ലൈവ് ഫുള്ളും കണ്ടാണ്, പക്ഷേ എനിക്ക് ലൈവ് അപ്ഡേറ്റ് തരാൻ തോന്നിയില്ല. കാരണം എന്തോ എനിക്ക് എത്ര വലിയ രസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം മെയിനായിട്ട് ഈ പറയുന്ന ജിൻഡോടെ നോറയുടെ കൈകെട്ടി രാവിലെ വരെ വൈകുന്നേരം വരെ അത് ഇഴച്ചടിച്ച് കൊണ്ടുപോയി. പിന്നെ ഈ ഉണ്ടായിരുന്നതാണ് ഈ പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക്. പിന്നീട് ഈ മണി ടാസ്ക്, മണി കിളിക്കുന്ന ടാസ്ക്. ഇത്രയാണ് മെയിനിൽ നടന്നത്. ഇനി പ്ലസ്സിൽ നടന്നത് ഇന്നലെ ഇവരുടെ അടുത്ത് കുറേ സാധനങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞല്ലോ. പവർ റൂം ഇത് കൊടുത്ത അങ്ങനെ അവർ വീട്ടുകാരുടെ എല്ലാവരും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അതിൻ്റെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അത് ആരൊക്കെയാണ് മോഷ്ടിച്ചത്, എന്താണ് സംഭവം എന്നൊക്കെയുള്ള കോമഡി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അതും നടന്നു. പിന്നെ ശ്രീധുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളും. ഇതാണ് ബിഗ് ബോസ് പ്ലസ്സിലുള്ളത്. അപ്പോൾ എനിക്കിന്ന് ഇത്രേ പറയാനുള്ളൂ. നാളെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ആക്റ്റീവ് ആവുന്നത്. നാളെ എൻ്റെ ആദ്യത്തെ മൂവി റിവ്യൂ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അരമനൈ സീസൺ 4 റിവ്യൂ ആണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനലിൽ ഇടാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്കറിയത്തില്ല, മൂവി റിവ്യൂ ചെയ്ത് എനിക്ക് ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ നാളെ ഫസ്റ്റ് ഷോയ്ക്ക് അരമനൈ 4 കാണാൻ പോവാണ്. അത് കണ്ടു വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും അഭിപ്രായം പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.